പി മുസ്തഫ, ആദ്യം നമ്മളോട് സംസാരിച്ച ഹേമന്ത് രാജ് പറഞ്ഞ വളരെ കൃത്യമായ ഒരു കാര്യമുണ്ട്. ഒരു ലീഡർഷിപ്പിന്റെ അഭാവം അവിടെ ബോധ്യപ്പെട്ടു. കേരളത്തിൽ പല ദുരന്തമുഖങ്ങളിൽ കൃത്യമായി ഇടപെടൽ, ഓരോ സമയത്ത് ആരൊക്കെ എങ്ങനെ ക്യാപ്റ്റ് ചെയ്യണമെന്നുള്ളത്, ഏതൊക്കെ ഉപകരണങ്ങൾ അവിടെ എത്തണമെന്നത് സംബന്ധിച്ച് കൃത്യമായ നിർദ്ദേശം ഇവിടുത്തെ ഭരണകൂടത്തിനുണ്ട്. അങ്ങനെ ഒരു കരുതലില്ലായ്മയും ഒരു പ്ലാനും ഇല്ലാത്ത, വസന്ത് സിരിയേക്ക് പറഞ്ഞ പോലെ പ്ലാൻ എയും ഇല്ല, ബിയും ഇല്ല, സിയും ഇല്ല, ഇസഡും ഇല്ലാത്ത ഒരു ഭരണകൂടം ആണ് കർണാടകയിൽ ഭരിക്കുന്നതെന്നാണ് ഇത്രയും ദിവസങ്ങൾ നമുക്ക് ബോധ്യപ്പെട്ടത്. അദ്ദേഹം പറഞ്ഞാൽ തന്നെ പറഞ്ഞു, മാധ്യമങ്ങൾ പറഞ്ഞുകൊണ്ട് പ്ലാൻ മാറ്റിയെന്ന്. അതെന്ത് പ്ലാനാണെന്ന് മനസ്സിലാകുന്നില്ല. ശ്രീ വി പി മുസ്തഫ. ഷിജു, വളരെ വളരെ സങ്കടകരമാണ് സ്ഥിതി. കഴിഞ്ഞ ദിവസങ്ങളിലും നമ്മൾ ഈ വിഷയം ചർച്ചക്കെടുത്തതാണ്. അപ്പൊ നമ്മൾ പറഞ്ഞത് ദേഷ്യത്തോടു കൂടിയാണ്, ഒരുതരം അമർഷത്തോടു കൂടിയാണ് നമ്മളെല്ലാം ഇടപെട്ടിട്ടുള്ളത്. പക്ഷെ ഇന്ന് അർജുനെ കാണാതായി 7 ദിവസം പൂർത്തിയാകുന്ന ഈ രാത്രിയിൽ സങ്കടമാണ്, ഉള്ളു നിറയെ വേദനയാണ്, നെഞ്ചു പൊട്ടുകയാണ്. ലോകത്തെങ്ങുമുള്ള മലയാളിയുടെ ഒരു മനോഭാവം അതാണ്. ഏത് മനുഷ്യസ്നേഹിയുടെയും, മലയാളിയോ കന്നഡക്കാരനോ എന്നുള്ളതല്ല, ഏത് മനുഷ്യസ്നേഹിയുടെയും പ്രശ്നം ഇന്ന് അങ്ങനെയാണ്, സങ്കടകരമായിട്ട് വരികയാണ്. എത്ര ദയനീയമാണ്, എത്ര പരിതാപകരമാണ് ഇന്നത്തേത് പോലുള്ള ഒരു കാലത്ത് കർണാടകത്തിൽ അവിടുത്തെ സർക്കാരും അതിന്റെ സംവിധാനങ്ങളും കൊണ്ടുവന്നെത്തി വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഈ സംവിധാനങ്ങളെല്ലാം ഉണ്ടായിട്ട് അത് ഫലപ്രദമായി ഉപയോഗിക്കാത്തതിന്റെ പ്രശ്നമാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ അമർഷത്തിന്റെ രോഷത്തിന്റെ കാരണം. ഇങ്ങനെ ഒരു വിഭാഗത്തോടും ഇങ്ങനെ ഒരു സംവിധാനത്തോടും ഇനി അമർഷമുണ്ടായിട്ട് എന്ത് കാര്യം, രോഷപ്പെട്ടിട്ട് എന്ത് കാര്യം? മനുഷ്യത്വം തൊട്ടു തീണ്ടിയിട്ടില്ല. അതുകൊണ്ട് സങ്കടപ്പെടേണ്ടി വരികയാണ്, നമ്മൾ നിൽക്കുകയാണ്. നിങ്ങൾ നോക്കൂ, ഇപ്പോൾ ഇവിടെ കോൺഗ്രസ് പ്രതിനിധി പറഞ്ഞു എല്ലാം ഒരുക്കിയിട്ടുണ്ട്. ദുരന്ത വിവരം അറിഞ്ഞ സമയം തൊട്ട് കർണാടക സർക്കാരും കേരളത്തിലെ കോൺഗ്രസും എല്ലാം സടകുടഞ്ഞ് എഴുന്നേറ്റ് എല്ലാം തയ്യാറാക്കിയിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. ഒരൊറ്റ ചോദ്യം ഞാൻ അദ്ദേഹത്തോട് ചോദിക്കുന്നു. അവിടുത്തെ സ്ഥിതിഗതികൾ അറിയാൻ, ഈ പറഞ്ഞ അപകട സ്ഥലത്തെ വിവരങ്ങൾ അറിയാൻ ബന്ധപ്പെടാവുന്ന ഒരു കൺട്രോൾ റൂം, ആ കൺട്രോൾ റൂമിന്റെ ഇൻചാർജ് ഓഫീസർ, അദ്ദേഹത്തെ കോണ്ടാക്ട് ചെയ്യാനുള്ള ഒരു നമ്പർ ഒന്ന് പറഞ്ഞു തന്നാട്ടെ, ഒന്ന് പറഞ്ഞു തന്നാട്ടെ. നിങ്ങൾ എല്ലാം ഉണ്ട് അവിടെ എന്നല്ലേ പറയുന്നത്. ഈ ദുരന്തമുഖത്ത് ഈ സംവിധാനങ്ങളെയൊക്കെ കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോയി കാര്യങ്ങൾ യഥാസമയം താങ്കൾ പറഞ്ഞല്ലോ, പ്ലാൻ എ ഉണ്ടായിരുന്നു, അവിടുത്തെ ദുരന്ത നിവാരണ സേനയ്ക്ക് ആദ്യം ഒരു പദ്ധതി ഉണ്ടായിരുന്നു, ഇതെല്ലാം ഉണ്ടായി രൂപപ്പെടുത്തി എന്ന് പറയുന്ന ആ കൺട്രോൾ റൂം, അതിന്റെ ഇൻചാർജ് ഓഫീസർ, അതിന്റെ ഒരു കോണ്ടാക്ട് ചെയ്യാനുള്ള നമ്പർ ഒന്ന് പറഞ്ഞു തന്നാട്ടെ. നിങ്ങൾ അങ്ങനെ ഒന്നുപോലും പ്രാഥമികമായിട്ട് ചെയ്യുന്നതല്ലേ ഒരു കാര്യം. ഇപ്പൊ നിങ്ങൾ നോക്ക്, മലപ്പുറത്ത് ഇന്നലെ ഒരു 14 വയസ്സുള്ള കുട്ടി, മറ്റൊരു സങ്കടമാണ്, നിപ്പ വന്ന് മരിച്ചുപോയി. നിങ്ങളിപ്പോ മലപ്പുറത്തെ സ്ഥിതി എന്താണ്? അവിടെ കൺട്രോൾ റൂം തുറന്നു, കോണ്ടാക്ട് നമ്പർ പരസ്യപ്പെടുത്തി, നിങ്ങൾക്ക് ആ നമ്പറിൽ വിളിച്ച് ഏതു സമയത്തും കാര്യങ്ങൾ അന്വേഷിക്കാം, മറുപടികൾ കിട്ടും. സംവിധാനം ഉണ്ടാക്കിയില്ലേ കേരളം? അതല്ലേ ചെയ്യുന്നത്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ ഒരു രാഷ്ട്രീയവും ഒരു വിഷയത്തിലും കാണാറില്ല ഇതുപോലുള്ള ദുരന്തമുഖങ്ങളിൽ. അത് ശരിയാണ്. ഇത്തരം വിഷയങ്ങളെ കക്ഷി രാഷ്ട്രീയ വഴക്കാക്കി മാറ്റാൻ പാടില്ല. അതൊരു നാടിന്റെ ആകെ പ്രശ്നമാണ്. ഏതെങ്കിലും പാർട്ടിയുടെയോ ഭരിക്കുന്ന കക്ഷിയോ പ്രതിപക്ഷ കക്ഷിയോ അല്ല. പക്ഷെ നിങ്ങൾക്ക് കേരളത്തിലെ കോൺഗ്രസിന് അങ്ങനെ ഒരു ധാർമ്മികതയുണ്ടോ? ഇപ്പൊ കുറച്ചു ദിവസം മുമ്പ് തിരുവനന്തപുരത്ത് ജോയി എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ അവിടെ ഒഴുക്കുചാലിൽപ്പെട്ടു. എന്താ നിങ്ങൾ ഈ പറഞ്ഞ പ്രതിപക്ഷ നേതാവും കേരളത്തിലെ കോൺഗ്രസ് സ്വീകരിച്ച സമീപനം? അതിനെ കക്ഷി രാഷ്ട്രീയ വഴക്കാക്കി മാറ്റി. ആ സന്ദർഭത്തിലും ഗവൺമെന്റിനെ കുറ്റം പറയാനല്ലേ, അല്ലാതെ ആ ദുരന്തമുഖത്ത് ആദ്യം തന്നെ ഒരു ശരി പ്രശ്നങ്ങൾ കഴിഞ്ഞിട്ട് അത് അവിടെ നടത്തേണ്ട ഇടപെടലുകൾ നടന്നിട്ട് ഭരണപക്ഷത്തിന്റെ സർക്കാരിന്റെ ഔദ്യോഗിക സംവിധാനത്തിന്റെ വീഴ്ചകൾ നിങ്ങൾ പറഞ്ഞോ? പക്ഷെ നിങ്ങൾ എന്താ കാണിച്ചത്? പ്രതിപക്ഷ നേതാവിന്റെ പ്രസ്താവന ഉൾപ്പെടെ ഞാനിവിടെ ഉദ്ധരിക്കണോ ജോയിയെ കാണാതായ വിഷയത്തിൽ? ഇനി ഈ വിഷയത്തിലേക്ക് അവിടെ തന്നെ യഥാർത്ഥത്തിൽ തിരുവനന്തപുരത്തെ MP ശശി തരൂർ പറഞ്ഞത് എന്താ? അവിടെ റെയിൽവേയുടെ ഭാഗത്ത് കിടക്കുന്ന ഓടയിൽ ഒരാളെ കാണാതെ പോയി, അതിൽ MP എന്ത് ചെയ്യാനാ? ഇങ്ങനെയല്ലേ ശശി തരൂർ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്?